പിന്നെ അച്ഛനോക്കാണ് തീരുമാനിക്കുന്നത് ഓരോ മനുഷ്യന്റെ വികാരം. ആളതിന്റെ പ്രത്യേകിച്ചൊട്ടിക്കായിരിക്കും, എന്നാലും എനിക്ക് പ്രശ്നമല്ല. നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ഈ ലോകത്ത് ഏത് അച്ഛനോക്കിന് പറയാൻ പറ്റും. സംസാരിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീനാക്ഷിയുടെ പ്രകടനമായിരുന്നു. അപ്പൊ അത് ഏതൊരു വ്യക്തിക്കും, സാധാരണക്കാരനായ വ്യക്തിക്ക് ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ കണ്ണു നിറയുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ആ സീനിനെ അശ്വിൻ ഗോക്കിനെ പോലുള്ളവർ വളരെ നിശ്ചിതമായിട്ട് എന്താ പറയാ കീറി മുറിച്ച് ആ എന്താ വ്യക്തിയിലേക്ക് തന്നെ കടന്നേറ്റുന്ന രീതിയിലാണ് റിവ്യൂ ചെയ്തത്. ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ഈ ലോകത്ത് ഏത് അശ്വത്ഥഗോപിന് പറയാൻ പറ്റും. അതിലും പൊട്ടിക്കയറി നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യനെ? അതിലും ഭ്രാന്തമായ അവസ്ഥയിൽ കണ്ടിട്ടില്ലേ? പിന്നെ അശ്വത്ഥഗോക്കാണ് തീരുമാനിക്കുന്നത് ഓരോ മനുഷ്യന്റെ വികാരം. ആളതിന്റെ പ്രത്യേകിച്ചൊട്ടിക്കായിരിക്കും, എന്നാലും എനിക്ക് പ്രശ്നമല്ല. അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവ് വെക്കുന്ന ആള്. അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അളവ് നല്ലതല്ല. അസത്യമാണ് പറയുന്നത്. ആ കുട്ടിയുടെ പെർഫോമൻസ് ഉണ്ട്, ആരെങ്കിലും പറഞ്ഞു ആ കുട്ടിയുടെ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ ഒറ്റ സീനേ ഉള്ളൂ. ആ പെർഫോമൻസിൽ ഈ സിനിമയില്ല. അങ്ങനല്ലാതെ എങ്ങനെ പെർഫോം ചെയ്യുക? അന്യനാട്ടിൽ പോയി ഒന്നുമില്ലാതെ വീട്ടും ഒന്നുമില്ലാതെ നശിച്ചു പോയ കുട്ടി, ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവാർഡ് കിട്ടി, അവാർഡ് കിട്ടി ഒരു സിനിമയ്ക്ക്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി. അല്ലാതെ ഫാൻസി ഡ്രസ്സാണ് കളിച്ചെന്നൊക്കെ പറയുന്നത് അത് മനസ്സിൽ നന്മയില്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റിങ്ങിന്റെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം ജമന്തി തോട്ടം അത് റിയൽ ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതായിരുന്നു എന്നുള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അത് വെച്ചൊരു മാർക്കറ്റിംഗ് ചെയ്യാതിരുന്നത്? അല്ലാതെ ക്ലൈമാക്സ് ഒന്ന് നമ്മളത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടിയൊരു ഒരു ദിവസം തന്നെ അവിടുത്തെ ലൊക്കേഷൻ ഉൾപ്പെടെ ഭയങ്കര ഒരു ഇതാണ്. പിന്നെ അത്ര ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കറക്റ്റ് വന്ന സമയത്ത് ഈ പൂക്കൾ 4 ദിവസം നിൽക്കത്തുള്ളൂ, മാക്സിമം 3 ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഇതായി പോകും, ആ ഫ്രഷ്നെസ് പോകും. നമുക്ക് അതുപോലെ തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് അതെ, അത് ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടിയ ഇതാണ്. പിന്നെ നമ്മള് ഒരു സ്ഥലം ഇത്ര ദിവസത്തേക്ക് അത് ലീസിന് എടുത്തിട്ട് ആ സമയത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് എടുത്ത് അങ്ങനെ കുറെ ഇത് ബുദ്ധിമുട്ടിയാണ്. പിന്നെ അത് ക്ലൈമാക്സിന്റെ പഞ്ചായത്ത് ആദ്യം തന്നെ അത് കാണിച്ച അത് ഒരിക്കലും മാർക്കറ്റ് ചെയ്യണത്. ഇപ്പൊ ആൾക്കാർ കണ്ടു തുടങ്ങി. ഇപ്പൊ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അത് അങ്ങനെ ഒരു സസ്പെൻസ് ആക്കി വെച്ചത്.